അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ് ഫയാ ഇഖ്വാനി ഫില്ലാ. ഇബ്നു ഹുബൈറ റഹിമഹുല്ലാ, അദ്ദേഹം ഒരു പണ്ഡിതനാണ്. അതുപോലെ തന്നെ അബ്ബാസി ഭരണകൂടത്തിലൊരു വസീർ കൂടിയായിരുന്നു, മന്ത്രി കൂടിയായിരുന്നു. അബുൽ മുദഫർ യഹ്യ ഇബ്നു മുഹമ്മദ് എന്ന പേരുള്ള ഇബ്നു ഹുബൈറ റഹിമഹുല്ലാ വഫാത്താകുന്നത് ഹിജ്റ 560-ലാണ്. അദ്ദേഹം പറയാണ്, മിൻ മക്കായിദി ഷെയ്ത്വാൻ, ഷെയ്ത്വാൻ്റെ കുതന്ത്രങ്ങളിൽപ്പെട്ടതാണ് തൻഫീറുഹു ഇബാദല്ലാഹി മിൻ തദബ്ബുരിൽ ഖുർആൻ, അള്ളാഹുവിൻ്റെ അടിമകളെ ഖുർആൻ തദബ്ബുർ ചെയ്യുന്നതിനെ തൊട്ട്, ഖുർആനിനെക്കുറിച്ച് ഖുർആനിൻ്റെ ആയത്തുകൾ ചിന്തിക്കുന്നതിനെ തൊട്ട് അകറ്റുക എന്നുള്ളത് ഷെയ്ത്വാൻ്റെ കുതന്ത്രങ്ങളിൽപ്പെട്ടതാണ്. അള്ളാഹുവിൻ്റെ ആയാത്തുകൾ, ഖുർആനിലെ വചനങ്ങൾ ഉറ്റാലോചിച്ച് ചിന്തിച്ച് പാരായണം ചെയ്യുക, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ചിന്തിക്കുക എന്നതിനെ തൊട്ട് അള്ളാഹുവിൻ്റെ അടിമകളെ അകറ്റുക, മനുഷ്യരെ അകറ്റുക എന്നുള്ളത് പിശാചിൻ്റെ ഒരു വലിയ കുതന്ത്രങ്ങളിൽപ്പെട്ടതാണ്. ലിഇൽമിഹി, കാരണം അവനറിയാം, അന്നൽ ഹുദ വാഖിഉൻ ഇൻദ തദബ്ബുർ, ഹുദ അള്ളാഹുവിൽ നിന്നുള്ള നിർമാർഗം അത് ഖുർആനിനെക്കുറിച്ച് ചിന്തിക്കുമ്പോഴാണ് സംഭവിക്കുന്നത് എന്ന് പിശാചിന് അറിവുള്ളതിനാൽ അവൻ അടിമകളെ ഖുർആനിനെ തൊട്ട് തദബ്ബുർ ചെയ്യുന്നത്, ഖുർആനിലെ ആയത്തുകൾ ചിന്തിക്കുന്നതിനെ തൊട്ട് ഉറ്റാലോചിക്കുന്നതിനെ തൊട്ട് അവരെ അതിൽ നിന്ന് അകറ്റും. അതവൻ്റെ തന്ത്രങ്ങളിൽപ്പെട്ടതാണ് എന്നാണ് ഇബ്നു ഹുബൈറ റഹിമഹുല്ലാ പറഞ്ഞിട്ടുള്ളത്. ഖുർആനിൻ്റെ പാരായണം ധാരാളമായി നിർവഹിക്കപ്പെടുന്ന റമദാനിൻ്റെ ഈ സന്ദർഭത്തിൽ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട കാര്യം, ഖുർആൻ അർത്ഥമറിയാതെ പാരായണം ചെയ്താലും പാരായണത്തിന് പുണ്യമുണ്ട്. എങ്കിലും ഖുർആൻ ചിന്തിച്ചും അതിൻ്റെ ആയത്തുകൾ പഠിച്ചും മനസ്സിലാക്കി, അതിൻ്റെ തഫ്സീറുകൾ മനസ്സിലാക്കി, അത് ആലോചിച്ച് തദബ്ബുർ ചെയ്തുകൊണ്ട് ഖുർആൻ ഒരു തവണ തീർക്കുന്നതാണ്, ഖത്മ് തീർക്കുന്നതാണ്. ഒരുപാട് തവണ അർത്ഥമറിയാതെ അതിനെക്കുറിച്ച് തദബ്ബുർ ചിന്തിക്കാതെ ഉറ്റാലോചിക്കാതെ ധാരാളം തവണ ഖുർആൻ പൂർത്തിയായി ഓതുന്നതിനേക്കാൾ നല്ലത് എന്ന് പണ്ഡിതന്മാർ പറയാറുണ്ട്, സലഫുകൾ അത് പറഞ്ഞിട്ടുണ്ട്. ഖുർആൻ ചിന്തിച്ചു പാരായണം ചെയ്യുക എന്നുള്ളത്, അതിലെ ആയത്തുകളെക്കുറിച്ച് ഉറ്റാലോചിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മളത് ശ്രദ്ധിക്കണം. ഖുർആനിൻ്റെ പഠനം നടക്കണം. ഖുർആൻ ഈ ആയത്തിൽ എന്താണ് അല്ലാഹു തആല പറഞ്ഞിട്ടുള്ളത് എന്ന് മനസ്സിലാക്കി അതിനെക്കുറിച്ച് ആലോചിച്ച് പാരായണം ചെയ്യാൻ നമ്മൾ ശ്രമിക്കുക. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.